ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് ഉസ്താദിന് ചിലവുള്ള ദിവസമാണ്. അപ്പം ഇന്ന് നല്ല തിരക്കിട്ടൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ എല്ലതും കുറേശ്ശെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിചാരിക്കുന്നത്. എല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ല, സമയമില്ലാത്തതിനാൽ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പത്തിരി മുട്ടക്കറിയാണ് ഉസ്താദിനുള്ളത്. അപ്പം ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പത്തിരിക്കുള്ള വെള്ളം ചൂടാക്കി അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് പൊടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചായക്ക് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചായ ഇടുകയാണ്. ഇത് ഞങ്ങൾക്കുള്ള ചായയാണ്. പിന്നെ പള്ളിയിലേക്ക് പാൽ ചായ കൊടുത്താണ് വിടുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് അതിലേക്ക് കോഴിമുട്ട എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ, മുട്ട പുഴുങ്ങാനായിട്ട്. പിന്നെ പത്തിരിയുടെ പരിപാടികളൊക്കെ ഇവിടെ ഉമ്മ ബാക്കി പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ചോറിനുള്ള തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം 3 ഉസ്താക്കന്മാർക്കുള്ള ചോറ് വേണം, പിന്നെ ഞങ്ങൾക്കുള്ള ചോറും കൂടി വേണം. അങ്ങനെ എല്ലാവർക്കുള്ള ചോറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി മുട്ട കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എല്ലാം ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലതും ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പം ഇറച്ചിക്കറിയുടെ കാര്യം നോക്കാം. പിന്നെ പത്തിരി പരിപാടിയും അതേപോലെ ഇതിനുള്ളിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുട്ടക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അപ്പോൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി മുട്ട അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ടക്കറി ആയപ്പോഴത്തേക്കും പത്തിരിയൊക്കെ പരത്തി കിട്ടി. അപ്പോൾ എല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇക്കായും സഹായിച്ചു, ഉമ്മയും സഹായിച്ചു. അങ്ങനെ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ ഞങ്ങൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും ആൾ വരും ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് 2 ചട്ടിയിലും വേഗത്തിൽ അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ചായപ്പരിപാടി കഴിഞ്ഞിട്ട് പാത്രത്തിൽ ആക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കൈപ്പായം കൂട്ടിയിട്ട് ചായ കുടിക്കാൻ റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചായ കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി ചെയ്തു. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കൂടിയിട്ട് കറിഞ്ഞതിന് ശേഷം ചോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചോറൊക്കെ ഇനി ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഐഫോണോളെ കുളിപ്പിച്ച് നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് പാലെടുക്കാൻ വന്നപ്പം കൂടെ വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇറച്ചിയൊക്കെ നന്നായി കഴുകി വെച്ചു. അതേപോലെ തന്നെ സാധനങ്ങളും എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. പൊടികളും എല്ലാം വെള്ളവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പത്തിനായിട്ട് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളിയൊക്കെ നന്നായി വാട്ടിയെടുത്ത് പൊടികളൊക്കെ ഇട്ട് എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കൂട്ടാൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഇറച്ചി വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഇറച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കായം പറ്റി വെക്കണം. എന്നിട്ടിത് കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടതിന് ശേഷം ഇറച്ചി വറുക്കുള്ളൂ. അപ്പോൾ ഇനി ഞാനത് ഇറച്ചിയിലേക്കൊക്കെ പൊടികളൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വയ്ക്കുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വറക്കുള്ളൂ.
അങ്ങനെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനിയൊരു ഉപ്പേരിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ക്യാബേജാണ് കിട്ടിയത്. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇറച്ചിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ പപ്പടം വറുക്കാനുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇറച്ചി വറുക്കാനുള്ള കാര്യത്തിലേക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇറച്ചിയൊക്കെ ഓരോന്ന് ചേർത്തിട്ട് കുറേശ്ശെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചി വറുക്കൽ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി പപ്പടം വറുക്കണം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ പപ്പടങ്ങൾ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉസ്താദിനുള്ള എല്ലാ സാധനങ്ങളും ഉച്ചത്തേക്കുള്ളതായിട്ടുണ്ട്. ഇറച്ചിക്കറിയായി, പിന്നെ ഇറച്ചി പൊരിച്ചു, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ പപ്പടം, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്ര ഐറ്റംസൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ചോറും ആക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.